100 വർഷം പഴക്കമുള്ള ഒരു മനോഹരമായ ട്രഡീഷണൽ വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. Hi, it's beautiful bungalow. Yes, it is. Can I get a short home tour? Oh, yes, sure. ആക്ച്വലി ഇത് ഒരു 100 വർഷം പഴക്കമുള്ള ഒരു തറവാടാണ്, വലിയ തറവാടാണ്. അപ്പോൾ അതിൽ എന്താക്കി ഇപ്പോഴത്തെ ഒരു മോഡേൺ ഒരു കാലഘട്ടത്തിൽ പിന്നെ എന്തൊക്കെയാ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പം അതിനനുസരിച്ചിട്ട് എന്തായാലും ഓണേഴ്സ് നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്താണ് ഈ ഒരു സ്റ്റേഡിയം ബംഗ്ലാവ് റിസോർട്ട് എന്ന് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് കയറി വരുന്നത് ഈ ഒരു ലോങ് വരാന്തയിലേക്കാണ്. അപ്പം നമുക്കിപ്പോൾ ഈ വരാന്ന് വെച്ചാൽ നമുക്ക് 2 എൻട്രീസ് ആണല്ലോ. നമ്മൾ അതിലൂടെ ഈ വഴി അപ്പം ഇതിലൂടെ എൻ്റർ ചെയ്യുന്നതാണെങ്കിലും അതിലൂടെ എൻ്റർ ചെയ്യുന്നതാണെങ്കിലും ഇവിടെ സിറ്റിംഗ് ഉണ്ട്, ഇവിടെയും സിറ്റിംഗ് ഉണ്ട്. അപ്പം വരുന്ന ആർക്കാണെങ്കിൽ ഇപ്പൊ നമ്മള് ഏതൊരു വീട്ടിലാണെങ്കിലും കയറ്റി ചെല്ലുമ്പോൾ നമ്മൾ ഇരിക്കാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുമല്ലോ, സ്പേസ് കൊടുക്കുമല്ലോ. അപ്പൊ ആ ഒരു സ്പേസ് ആണ് ഇത്. ഇതാകുമ്പോൾ ഒരു മൂവബിൾ ബെഞ്ചും കൂടിയാണ്, 2 സൈഡ് ടൈപ്പാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ ആ ഒരു 100 വർഷ പഴക്കത്തിന്റെ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ലിവിംഗ് റൂമിലേക്കാണ് എൻ്റർ ചെയ്യാം. ലിവിംഗ് റൂമിൽ നമുക്ക് ഇവിടെ 2 സെറ്റാണുള്ളത്. പിന്നെ നമുക്ക് റീഡിംഗ് ബുക്സ്, അതായത് ഫ്രീ മെയിൻ ആയിട്ട് ഇവിടെ ഇരുന്ന് ബുക്ക് വായിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. കുറേ കളക്ഷൻസ് ഉണ്ട്. ഈ ഗ്രാമഫോണും റേഡിയോ ഒക്കെ അന്ന് മുതലേ ഉള്ളതാണോ? അന്ന് മുതലുള്ള അതേ മഹിമന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാണ്. ഇനി നമ്മള് ഹാളിലേക്കാണ് പോകുന്നത്. അതാണ് ഡൈനിങ് ഹാള് വരുന്നത്. പിന്നെ ഇവിടെ കിച്ചൺ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് ഹാള് പറഞ്ഞാൽ ഇതും പഴയ ആ ഒരു കാലത്തിലുള്ള സെയിം ഇത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അൽമാരാണെങ്കിലും അതിലുള്ള ഓരോ എന്നാണെങ്കിലും ഇതൊക്കെ ആ ഒരു പണ്ടത്തെ ആ ടെക്സ്റ്റിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത് 10 അല്ലെങ്കിൽ 5 എന്ന് പറയാം. പക്ഷെ ഇതിനുള്ളിലും സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പഴയ സ്റ്റോറേജ് സ്പേസ് പോലെ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ലൈറ്റിന്റെ പാറ്റേൺ നല്ല ഭംഗിയുണ്ട്. ഇതും ആ ഈ ഒരു വീടിന്റെ ആ ഒരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നതായിരിക്കും അല്ലെ? ഇത് ശരിക്കും പറഞ്ഞാല് ഇവിടെയുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഇമ്പോർട്ടഡ് ആണ്. അതായത് ഫ്രാൻസ്, ഇംഗ്ലണ്ട് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത കുറെ സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം അത് ആ ഒരു മനോരമ നഷ്ടപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ 2 വലിയ റൂം സെറ്റിൽ വരുന്നത്. ഇവിടെ ഉള്ളതിൽ ഒന്ന് മന്ദാര, ദശോക. ഇവിടുത്തെ ഓരോ റൂംസിനും ഓരോ പ്രത്യേകത ഉണ്ട്. അതായത് നമ്മുടെ ഈ ഔട്ട് സൈഡിലുള്ള ഔട്ട്ഡോറിലുള്ള ഓരോ ഇല പൂവിന്റെ ഒക്കെ മരങ്ങളുണ്ടാവുള്ളൂ. ആ മരങ്ങളെ പേരാണ് ഇത് നമ്മൾ ഇട്ടിട്ട്. ഓക്കെ, ഈ ഒരു കോൺസെപ്റ്റ് ഭയങ്കര രസമുണ്ട്. ഈ ഓരോ റൂംസിന് ഒരു യുണീക്ക് നെയിംസ് കൊടുക്കുന്നത് അല്ലേ? ഇത് വുഡും അതുപോലെ തന്നെ മെറ്റലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആന്റി കളക്ഷൻ ടൈപ്പാണ്, ആർട്ടാണ്. ഈ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എന്താണ്? ഇത് നമ്മുടെ പണ്ടത്തെ കാലത്തെ കോഴിക്കോടിന്റെ പിക്ചേഴ്സ് ആണ്. അത് നമ്മൾ ഫ്രെയിം ചെയ്ത് വെച്ചത്. ഇതാണ് മന്ദാര റൂം വരുന്നത്. അത്യാവശ്യം കുറച്ചൊരു വലിയ റൂമാണ് ഇത്. അതുപോലെ തന്നെ എ സിയും കാര്യങ്ങളുണ്ട്. അതിന്റെ കൂടെ തന്നെ ഒരു പ്രൈവറ്റ് ഗാർഡനും കൂടി ഇൻക്ലൂഡഡ് ആണ്. ഇതും ഏകദേശം ആ 100 വർഷം പഴക്കമുള്ള ആ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കീപ്പ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തത്. ഈ 2 റൂമിനും ശരിക്കും പറഞ്ഞാൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഒരു പ്രൈവറ്റ് ഗാർഡൻ ആണ്. അപ്പം ഏതെങ്കിലും റൂം കാര്യങ്ങൾ രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു പീസ്ഫുൾ ഫ്രീ ആയി ഇരിക്കാനും സംസാരിക്കാനും അതുപോലെ തന്നെ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് ബ്യൂട്ടിഫുൾ വ്യൂ ഉണ്ടാവും. ഈ സ്റ്റെയർ ബാൽക്കണിയിലേക്കുള്ളതാണ്. ബാൽക്കണിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് ഉണ്ട്. അതിൽ പെട്ട ഒന്നാണ് ഇത്. നേരത്തെ നമ്മൾ കണ്ട അശോക റൂമിലേക്കുള്ള ഡോറും കൂടിയാണ് ഇത്. ആ റൂമിലുള്ള ഒരു പ്രൈവറ്റ് ഗാർഡൻ കൂടിയാണ് ഇത്. 2 റൂമിനും കൂടിയിട്ട് ഈ ഒരു പ്രൈവറ്റ് ഗാർഡൻ ആണ്. അപ്പൊ അതിലേക്കുള്ള എൻട്രൻസ്. അപ്പം നേരത്തെ വരാൻ നമ്മൾ അതിലെ എൻട്രി ഇത് ഫസ്റ്റ് എൻട്രി, ഇത് സെക്കൻഡ് എൻട്രി. അവിടെ ഒരു പോർച്ച് ഉണ്ട്. ഫസ്റ്റ് പോർച്ച്, ഇത് സെക്കൻഡ് ആണ്. ഇതാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പൂളിലും ഗാർഡനിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇതിലൂടെയാണ് പോവുക. ആർക്ക് ഗേറ്റും അങ്ങോട്ടേക്കുള്ള എൻട്രി ഇതാണ്. ഇത് സ്റ്റെയർ മേലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാനുള്ള സ്റ്റെയർ ആണ്. അപ്പം നമുക്ക് ഇപ്പൊ പണ്ട് കാലങ്ങളിലത്തെ തറവാടൊക്കെ എടുത്ത് നോക്കിയാൽ
ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്റ്റെയർ മാത്രം ഉണ്ടാവും. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വീടിന്റെ ഉള്ളിൽ ഒരു ഡൈനിങ് അതിന്റെ അത് വഴിക്കൂടെ മാത്രമേ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ പറ്റും. അപ്പം ഇത് ആ 100 കൊല്ലം പഴക്കമുള്ള ആ തറവാടിന്റെ അതേ ടെക്സ്ചറിൽ തന്നെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെയർ. അപ്പം ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഇതൊരു ക്ലാസിക് ഡിസൈൻ ആയിട്ട് ചെയ്തിട്ടുള്ളത് വുഡാണ്. അതുപോലെ തന്നെ ഇപ്പൊ പണ്ടത്തെ ഉമ്മമാർക്കും പപ്പമാർക്കും ഉമ്മമാർക്ക് കയറി വരുമ്പോൾ ആ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, അത് കറക്റ്റ് ഫീൽ ചെയ്യുമ്പോൾ അവർക്ക് കറക്റ്റ് മനസ്സിലാവും. പണ്ടത്തെ കാലത്തേക്ക് കൊണ്ടുവന്ന ഒരു സ്റ്റെയർ കാലത്തിലേക്ക് കൊണ്ടുവന്ന ഫീൽ അവർക്ക് കിട്ടും. ഈ മേലെ കാണുന്ന വിൻഡോസ് അതൊക്കെ വെന്റിലേഷൻ ആണ്. പണ്ട് കാലത്ത് പിന്നെ ഈ എയറൊക്കെ കയറാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇവിടെ കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു ബാൽക്കണി. അത് ശരിക്കും പറഞ്ഞാല് ഇവിടെ ഇപ്പൊ ഒരു സിറ്റിംഗ് ആണ്. ഒരു ഏകദേശം 10 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സിറ്റിംഗ് ആണ്. ഒരു തിരക്ക് പിടിച്ച കോഴിക്കോടിനുള്ളിൽ എന്താ പറയാ ഒരു ഫ്രീ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ പീസ്ഫുൾ ആണ്. ഇപ്പൊ ബേർഡ്സിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ, അപ്പൊ അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടിട്ട് ഒരു ഓപ്പൺ ബാൽക്കണി ഇവിടെ അറേഞ്ച് ചെയ്തത്. അപ്പൊ ഒരു റൂം നമുക്ക് ഇവിടെയാണ് വരുന്നത്, തെക്കിനി വരുന്നത്. അപ്പൊ തന്നെ ഇവിടെ ഒരു സിറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ആ ടെക്സ്റ്ററിൽ തന്നെയാണ് ചെയ്തത്. ഈ ഫ്ലോറിംഗ് എന്താണ്? ഇതും ശരിക്കും പറഞ്ഞാൽ ഇതിൽ നമുക്കൊരു ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ടില്ല. അത് ആ തറവാടിന്റെ അതേ നില തന്നെയാണ്, അന്നേയുള്ള അതേപോലെ തന്നെ. അപ്പൊ ഇതിലൂടെ നടക്കുമ്പോൾ താഴെ ശബ്ദം ഉണ്ടാവും, നമ്മള് വാക്ക് ചെയ്യുന്ന സൗണ്ട് ഉണ്ടാവില്ല. അതൊക്കെ അതൊക്കെ ഒന്ന് റിക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തത്. അടുത്ത റൂം തെക്കിനി. ഇതൊരു സ്പെഷ്യൽ റൂമാണ്. ഈ ഒരു ബെഡിന്റെ ആർക്കിടെക്ട് ഈ ഒരു റൂമിന് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് എഴുതാനും വയ്ക്കാനൊക്കെ പറ്റും. സ്റ്റഡി ടേബിൾ പോലെ ആണ്. കുറെ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരു മിറർ ആന്റി ട്രഡീഷണൽ ആയിട്ട് നമ്മള് ആ പണ്ട് തന്നെ കീപ്പ് ചെയ്തൊരു മിററാണിത്. മൂവബിൾ ടൈപ്പാണ്. നമുക്ക് വീട്ടിനുള്ളിൽ റൈറ്റിലേക്ക് 2 എൻട്രൻസ് ഉള്ളത്. ഒന്ന് ഇതിലൂടെ പോകും, ഒന്ന് പുറത്തു കൂടെ പോകാം. അപ്പൊ ഇതൊരു പാറ്റിയാണ് മുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ സിറ്റിങ്ങും കാര്യങ്ങളും വരുന്നുണ്ട്. ഇവിടെ ഒരു സിറ്റിംഗ് വരുന്നുണ്ട്. ഇതൊക്കെ പണ്ടത്തെ ആ ടെക്സ്റ്റ് തന്നെ കേട്ടോ, പണ്ടത്തെ ഒരു രീതിയിൽ. അതുപോലെ എസ്തെറ്റിക് പിക്കിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിനെ ക്രിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു ഫ്രീ മൈൻഡ് ഫീൽ ചെയ്യുന്നില്ല? ഭയങ്കര അടിപൊളിയായിട്ടുണ്ട് കാണാൻ തന്നെ. ഒരു ഭയങ്കര ഭംഗി. ഈ ഒരു ഏരിയയില് ഒന്ന് പീസ്ഫുൾ ആയിട്ട് പൂൾ വ്യൂവും എല്ലാം കിട്ടി ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ട് വെച്ചതായിരിക്കും. ഒരു ബാംബു ടൈപ്പ് ചെയർസ് ആണ് ചെയ്തത്. ഈ ഒരു ബാക്ക് യാർഡില് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ഇപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോണത്. ഒരു നല്ലൊരു ട്രോപ്പിക്കൽ തീമില് ആ ഒരു ഭയങ്കര ഫീലില് ചെയ്തിട്ടുണ്ട് ഇത്. ഈ ഒരു ഓപ്പൺ ഷവർ, അതേപോലെ ഇവിടെയുള്ള ഒരു വുഡൻ സീറ്റിംഗ്, ഇതൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടുന്ന് നമുക്ക് പൂളിലേക്കും നല്ലൊരു വ്യൂ ഉണ്ട്. അപ്പം നമ്മുടെ ബാക്ക് യാർഡിലേക്കുള്ള അടുത്ത എൻട്രൻസ് അതാണ് ഇത്. ഇതാണ് നമ്മളെ സ്റ്റേഡിയത്തിന്റെ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്ന ഒരു ആർക്ക് ഗേറ്റ്. Stadium is a 100-year-old bungalow resort. കാലിക്കറ്റ് സിറ്റിയുടെ ഭയങ്കര ഹസിൽ ആൻഡ് ബസിൽ ആയിട്ടുള്ള ഏരിയാസിൽ നിന്ന് നമുക്ക് ഏറ്റവും പീസ്ഫുൾ ആൻഡ് കാം ആയിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്പേസും കൂടിയാണ് സ്റ്റേഡിയം. ഞങ്ങൾക്ക് ഇന്നിവിടെ സ്റ്റേഡിയത്തിൽ സ്റ്റേ ഉണ്ടായിരുന്നു ആൻഡ് വി ഹാഡ് എ വണ്ടർഫുൾ സ്റ്റേ ഹിയർ. ഡെഫിനറ്റ് ആയിട്ട് എല്ലാവർക്കും സ്റ്റേഡിയം ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലീസ്. എന്തായാലും എല്ലാവരും വിസിറ്റ് ആക്കുക. ബൈ.